ശാന്തി. പലപ്പോഴും നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തെ സാധാരണമായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലെ തോട്ട് പാറ്റേൺ നെഗറ്റീവിലേക്ക് കൺവേർട്ടായിട്ട് പോകും. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കൂ, നമ്മൾ ഒരു കാര്യങ്ങളുമില്ല. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു, സക്സസ്ഫുള്ളായി, നമ്മളെല്ലാവരും കൂടി വർത്തമാനം പറയാനിരിക്കുകയാണ്, സന്തോഷിക്കാനിരിക്കുകയാണ്. അവിടെ ഉണ്ടായ ഏതെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സൈഡ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്തു പറഞ്ഞ് വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ കളിയാക്കി പറയാൻ, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും പലരും സമയം സ്പെൻഡ് ചെയ്യുന്നത്. ആ കാര്യത്തിൻ്റെ പോസിറ്റീവായിരിക്കുന്ന സൈഡുകൾ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് അത് ചെയ്യാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, പലയിടത്തും അത് ചെയ്യാറുണ്ട്. പക്ഷേ കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞാലുള്ള ഫീഡ്ബാക്കിൽ ബാക്കി അധികവും വരുന്നത് നെഗറ്റീവായിരിക്കുന്ന വിശകലനങ്ങളായിരിക്കും. അവസാനം പോകുമ്പോഴേക്കും സങ്കടപ്പെട്ട് പലരും പോകുന്നതും കാണാറുണ്ട്. ഒത്തുചേർന്നിരുന്ന് വർത്തമാനം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വർത്താനം, ഇവരുടെ വർത്താനം, അവിടുത്തെ കാര്യം, ഇവിടുത്തെ കാര്യം, വർത്താനം പറയാൻ വേണ്ടി, വിഷയം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ചിലപ്പോൾ ലോക കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ അടുത്തുള്ള വീട്ടിലെ കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ നാട്ടു വർത്താനങ്ങളായിരിക്കും. പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഫ്രണ്ട്സ് ഒത്തുകൂടി സമയം സന്തോഷിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒത്തുചേരുകയാണ്. പല കൂട്ടങ്ങൾക്കിടയിലും പലപ്പോഴും ഉണ്ടാകുന്ന സംസാരങ്ങളുടെ ആ ഒരു സാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. കാരണം ഞാൻ പലതും കേട്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആധികാരികമായി തന്നെ പറഞ്ഞു തരികയാണ്, കൂട്ടം കൂടുമ്പോൾ അധികവും ആരുടെയെങ്കിലുമൊക്കെ കുറവ്, ആരുടെയെങ്കിലുമൊക്കെ കുറ്റം, അല്ലെങ്കിൽ എവിടത്തെയെങ്കിലുമൊക്കെ വേണ്ടാത്ത വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ഒന്നൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, ഇങ്ങനെയാണ് മനുഷ്യന്മാർ പലപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ, ഇൻട്രസ്റ്റോടെ കേൾക്കുമ്പോൾ, സ്വാഭാവികമായിട്ടും എനിക്കൊരു കാര്യം കേൾക്കുമ്പോൾ താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമോഷൻസ് അവിടെ റിലേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്കതിൽ ഒരു താല്പര്യം വരില്ല. എനിക്ക് ബോറടിക്കണു, ഞാൻ പോട്ടെ എന്ന് ചോദിക്കും നമ്മളവിടെ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഇമോഷണലായിട്ട് അവിടെ റിലേഷൻ ഉണ്ടെന്ന് അർത്ഥം. ഇമോഷണലി റിലേറ്റ് ചെയ്യപ്പെട്ടൊരു കാര്യമാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് സ്വീകരിക്കുകയും ചെയ്യും. ഏതോ ആൾ ചെയ്ത കുറ്റം, എവിടെയോ ഉണ്ടായതായിട്ടൊരു അപകടം, ഏതോ നാട്ടിൽ നടക്കുന്നതായിട്ടുള്ള പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റോടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഉപബോധ മനസ്സ് അതിനെല്ലാം വളരെ സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ട് മനസ്സിൽ വയ്ക്കുകയും ചെയ്തു. പിന്നെ അതിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വൈബ്രേഷൻ എന്തേ വരുള്ളൂ? നെഗറ്റീവ് അല്ലേ വരുള്ളൂ, പോസിറ്റീവ് വരില്ലല്ലോ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആവേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സംസാരിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, എത്രയോ നല്ല നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, എത്രയോ നല്ല നല്ല ആളുകളുണ്ട്. നല്ല കാര്യത്തെക്കുറിച്ച്, നമുക്ക് ചെയ്യേണ്ട ഒരു പ്ലാനിനെ കുറിച്ച്, അല്ലെങ്കിൽ നല്ല നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂട്ടുകൂടുമ്പോൾ സംസാരിക്കാൻ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ചിന്തകളിൽ, വാക്കുകളിൽ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, നമ്മുടെ വായനകളിൽ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, അല്ലാത്ത കാര്യത്തിന് ഒഴിവാക്കി വയ്ക്കണം. ഇതൊരു രോഗാണുവാണോ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം നോക്കിയേ. ഒരു കൊറോണ ബാധിച്ച ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അയാളെ ഐസൊലേറ്റഡ് റൂമിലാണ് കൊണ്ടാക്കുന്നത്. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ രോഗം വ്യാപിക്കുന്നറിയാം. ആ കൊറോണ വൈറസിനെ കുറിച്ച് നമ്മൾ ഭയങ്കര അവെയറാണ്. പക്ഷേ മനുഷ്യ മനസ്സുകളെ കൊന്നൊടുക്കുന്ന നിരവധി കൊറോണ വൈറസുകൾ നമ്മൾ നോക്കി സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും, അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസിലൂടെ ആണെങ്കിലും, എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വാട്സപ്പ് എടുത്ത് ആരെങ്കിലും ഇട്ടിട്ടുണ്ടാവും. ആ റോഡിൽ ഇടിച്ച് കിടക്കുന്നതാവാം, അതിൻ്റെ മേലെ കൂടെ വീണ്ടും വണ്ടി കയറി പോകുന്ന എത്ര വീഡിയോകൾ ഇങ്ങനെയൊക്കെ. അതെല്ലാം ഷെയർ ചെയ്യുന്നത് അത് വൈറലായിപ്പോയി, എന്തൊക്കെയോ പേര് പറഞ്ഞിട്ടുള്ള വൈറൽ എന്നൊക്കെ പറയും ആളുകൾ. ഈ വീഡിയോ വൈറലാക്കല്ല ചെയ്യേണ്ടത്. പോസിറ്റീവായിരിക്കുന്ന എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വൈറലാക്കണം, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സംസാരിക്കുമ്പോൾ അഥവാ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ, തമാശയ്ക്കാണെങ്കിൽ പോലും അവർ മറ്റൊരാളെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞ് അവരെ മനസ്സ് വേദനിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മളതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം. ഒരു പക്ഷേ നമ്മുടെ കൂട്ടുകാർക്ക് അത് ഇഷ്ടപ്പെട്ടോളന്നൊന്നുമില്ല. എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ നെഗറ്റീവായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പല ആളുകളും നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഒരു കുഴപ്പമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ആ സമയം കൂടുതൽ ഉപയോഗിക്കാമല്ലോ, കൂടുതൽ വായിക്കാമല്ലോ, കൂടുതൽ പഠിക്കാമല്ലോ. ഇന്നത്തെ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിൽ, ഒരു ടീമിൽ, കമ്പനിയിൽ പോകാൻ പ്രയാസമൊന്നുമില്ല.
നമുക്ക് സോഷ്യൽ മീഡിയ അതിന് സഹായിക്കാൻ വേണ്ടിക്കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, ഏത് ലെവൽ ഓഫ് തിങ്കിങ്ങിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, അതിൻ്റെ റിലേറ്റഡ് ആയിരിക്കുന്ന നിരവധി വീഡിയോസ് ക്ലാസ്സുകൾ ഇന്ന് കിട്ടാനുണ്ട്. അതിന് ഉപയോഗിക്കുക, കേൾക്കുക, നോട്ട് ചെയ്യുക, പഠിക്കുക, പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ലോകത്തിൽ പോസിറ്റിവിറ്റിയുടെ ഒരു ലോകം ഇതുപോലെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഇമോഷൻസിനുള്ളിൽ കയറുന്ന മുഴുവൻ പോസിറ്റീവായി മാറാൻ തുടങ്ങും. അപ്പോൾ എത്ര വലിയ കാര്യം വന്നാൽ പോലും അതിനെ ചെറുതായിട്ട് എടുത്തുകൊണ്ട് അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ പോസിറ്റീവ് ഫയൽസ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു വ്രതം എടുക്കണം. എങ്ങനെയാണോ ഷുഗറുള്ള ആളോട് പറയും നിങ്ങൾ പഞ്ചസാര കഴിക്കരുതെന്ന്, BP ഉള്ള ആളോട് പറയും നിങ്ങൾ ഉപ്പിട്ടത് കഴിക്കരുതെന്ന് പറയും, കൊളസ്ട്രോൾ ആണെങ്കിൽ എണ്ണ കഴിക്കരുതെന്ന് പറയും. അതേപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് നിങ്ങളുടെ രോഗമാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളായിട്ടുള്ള സംസർഗം, നെഗറ്റീവായിട്ടുള്ള സംസാരിച്ചിരിക്കുന്ന രീതികൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്, എല്ലാത്തിനും വ്രതം എടുത്തുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യം കേൾക്കുക, കാണുക, അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്രതം എടുക്കാമെങ്കിൽ എത്ര ലെവൽ ഓഫ് തിങ്കിങ് നിങ്ങളുടെ മോശമാണെങ്കിലും അത് നേരെ ഹൈ ലെവലിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കുക, നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3 ദിവസത്തേക്ക് ഈ ഒരു വ്രതം എടുത്ത് നോക്കുക. 3 ദിവസം ഞാൻ ഒന്നും വേണ്ടാത്ത കാണില്ല, കേൾക്കില്ല. അപ്പോൾ അനുഭവിക്കുന്ന സുഖം നമുക്ക് കാണാം. പതുക്കെ പതുക്കെ നമ്മുടെ പോസിറ്റീവായിട്ട് ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫീഡിങ് പോസിറ്റീവ് ആക്കിയാൽ നമ്മുടെ ഇമോഷണൽ ലെവലിൽ, ഫീലിംഗ് ലെവലിൽ, ആ എനർജി ലെവലിൽ, വൈബ്രേഷനിൽ പോസിറ്റീവായ നമ്മുടെ ജീവിതത്തിലെ തോട്ട് പാറ്റേൺ ഓട്ടോമാറ്റിക്കലി എല്ലാത്തിനും നേരെ നമ്മുടെ പ്രതികരണം പോസിറ്റീവ് ആവാൻ തുടങ്ങും. ലൈഫ് സക്സസ്സിലേക്കും ഹാപ്പിനെസ്സിലേക്കും യാത്ര ചെയ്യാൻ തുടങ്ങും. ചെറിയൊരു വ്രതേ ആവശ്യമുള്ളൂ, ഒരു നഷ്ടവും നമുക്ക് വരില്ല, എല്ലാം നല്ലതേ വരുള്ളൂ. നിങ്ങൾക്ക് ഹാപ്പിനെസ് ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.